ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ് മാത്സിലെ ആദ്യത്തെ പാഠമായി ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ രണ്ട് ട്രയാങ്കിളുകൾ ചേർത്ത് വെച്ചാൽ ഈക്വൽ ആകുന്നുണ്ടെങ്കിൽ അതിനാണ് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുക. അപ്പോൾ ആ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആകാനുള്ള കണ്ടീഷൻസ് എന്തെല്ലാമാണ്, അതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻലി പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. രണ്ട് ട്രയാങ്കിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ സൈഡ്സ് 2, 3, 4. ഇതിൻ്റെ സൈഡ്സ് 2, 3, 4. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ ഞാൻ ചേർത്ത് വെച്ചാൽ ഒരു പരസ്പരം കൂടിയിരിക്കുമല്ലോ. ഓക്കെ, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, കാര്യം മൂന്ന് സൈഡും രണ്ട് ട്രയാങ്കിളിൻ്റെ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് പറയാം ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് മറ്റ് ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിന് ഈക്വൽ ആയാൽ ട്രയാങ്കിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് ഈ പി ട്രയാങ്കിളിന് ABC പേര് കൊടുത്തു, ട്രയാങ്കിൾ PQRും പേര് കൊടുത്താൽ ട്രയാങ്കിൾ ABC ഈക്വൽ ടു ട്രയാങ്കിൾ PQR. അതാണ് ഫസ്റ്റ് ലോ. അതായത് 3 സൈഡ് ഈക്വൽ ടു മറ്റേതിൻ്റെ 3 സൈഡ് ആണെങ്കിൽ ട്രയാങ്കിൾസ് ഈക്വൽ ആയിരിക്കും. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ട് സൈഡ്സും അതിനിടയിലുള്ള ആംഗിളും. ഓക്കെ, അതായത് രണ്ട് സൈഡും അതിനിടയിലുള്ള ആംഗിളും സെയിം ആണെങ്കിൽ. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ ABCയിൽ എടുത്താൽ രണ്ട് സൈഡും അതിനിടയിലുള്ള ആംഗിളും മറ്റ് ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡും അതിനിടയിലുള്ള ആംഗിളിനും ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾസ് ഈക്വൽ ആയിരിക്കും. അതാണ് സെക്കൻഡ് കണ്ടീഷൻ. ഓക്കെ, ഇപ്പം നമ്മൾ ഫസ്റ്റത്തെ കണ്ടീഷന് SSS എന്ന് എഴുതും, സൈഡ് 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 3 സൈഡ്സ് ഈക്വൽ ആണെന്നുള്ളത്. സെക്കൻഡ് സൈഡ് ആംഗിൾ സൈഡ് എന്ന് എഴുതും, SAS. അതൊരു ട്രിക്കാണ്, കുട്ടികൾ യൂസ് ചെയ്യുന്നതാണ്. രണ്ട് സൈഡിന് ഇടയിലൊരു ആംഗിൾ, അപ്പോൾ SSS SAS. തേർഡ് കണ്ടീഷൻ ASA, അതായത് ആംഗിൾ സൈഡ് ആംഗിൾ. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും അതിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിളും വേറൊരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും അതിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിളും ഈക്വൽ ആയാൽ ട്രയാങ്കിൾസ് സെയിം ആണ്, മീൻസ് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ കണ്ടു, ഒരു സൈഡ് രണ്ടറ്റത്തുള്ള ആംഗിൾ ഈക്വൽ ടു ഒരു സൈഡ് അതിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിളിന് ഈക്വൽ ആണ്. അപ്പോൾ അവർ പരസ്പരം ചേർത്ത് വെച്ചാൽ ചേർന്നിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഇതിന് നമുക്ക് ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ 3 കണ്ടീഷനാണ്. 3 സൈഡും രണ്ടിനെ സെയിം ആണെങ്കിൽ അത് ഈക്വൽ ആയിരിക്കും. രണ്ട് സൈഡും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും വേറൊന്നിനോട് ഈക്വൽ ആയാലും ട്രയാങ്കിൾസ് ഈക്വൽ ആയിരിക്കും. രണ്ട് ആംഗിൾസ്, ഒരു സൈഡ് അതിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിൾസ് വേറൊരെണ്ണത്തിനോട് ഈക്വൽ ആയാലും ട്രയാങ്കിൾസ് ഈക്വൽ ആയിരിക്കും. അതാണ് ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ഒരു കൺസെപ്റ്റ് വരുന്നത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.